വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. നാം ഇന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ഇനിയും നമുക്ക് വരുന്ന എക്സാമുകളിലൊക്കെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവർക്കറിയാം, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും റിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും എവിടെ നിന്നാണ് വരുന്നതെന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ആവർത്തിക്കുന്നത്, ഓരോ ഭാഗത്തു നിന്നും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നമുക്ക് ഓരോ ഭാഗം കഴിഞ്ഞ ക്വസ്റ്റ്യനിലുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ഏതോ ഭാഗം എന്നുള്ളത് പഠിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയുള്ള എക്സാമുകളിൽ നല്ല എളുപ്പമായിരിക്കും അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതിയ SCERT ക്ലാസ്സുകൾ, പഴയ SCERT ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവർക്കറിയാം അല്ലേ, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷനൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള ടോപ്പിക്സാണ്, SCERT ടോപ്പിക്സാണ്. അപ്പോൾ ആ കമ്മീഷൻസ് ഒക്കെ വൃത്തിയിൽ പഠിച്ചു പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ എക്സാമിനും നമ്മൾ കാണുന്നുണ്ട് കമ്മീഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. നമ്മുടെ ക്ലാസ്സുകൾ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. അപ്പോൾ എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിലാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. ഏത് വർഷത്തിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്? 1993 ഒക്ടോബർ 12-നാണ് അല്ലേ. 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് അല്ലേ. ന്യൂഡൽഹിയിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ എത്ര അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉണ്ടായിരിക്കും? ഇതൊക്കെ ഓൾറെഡി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ്, എത്ര അംഗങ്ങളായിരിക്കും ഉണ്ടായിരിക്കാം? 6 അംഗങ്ങൾ അല്ലേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ 6 അംഗങ്ങളാണ് ഉണ്ടായിരിക്കുക. ചെയർപേഴ്സൺ ഉൾപ്പെടെയാണ് കേട്ടോ 6 അംഗങ്ങൾ എന്ന് പറയുന്നത്. ചെയർപേഴ്സൺ ഉൾപ്പെടെയാണ് 6 അംഗങ്ങൾ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ആരായിരിക്കും ഇവിടുത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത്? ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരിക്കും? അധ്യക്ഷൻ ആരായിരിക്കും? വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും അവിടുത്തെ അധ്യക്ഷൻ. ഇനി ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത്? ആരായിരിക്കും? ദേശീയമാണല്ലേ. അപ്പോൾ രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. അതുപോലെ തന്നെ എത്രയാണ് ഔദ്യോഗിക അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്? എത്ര വർഷമാണ്? 3 വർഷം കേട്ടോ. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറഞ്ഞത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12-നാണ്. ഡൽഹിയിലാണ് ആസ്ഥാനം. എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും? 6 അംഗങ്ങളിലെ ഒരു ചെയർപേഴ്സൺ ഉൾപ്പെടെയാണ് 6 അംഗങ്ങൾ ഉണ്ടായിരിക്കുക. ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ എത്രയാണ് പറഞ്ഞത്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. അതുപോലെ തന്നെ ആരാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണല്ലേ. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ക്ലിയർ ആയല്ലോ. എന്താണ് ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്? ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്നാണ് നിലവിൽ വന്നത്? 1993-ലാണല്ലേ ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. 1993-നാണ്. 1993 സെപ്റ്റംബർ 28 കേട്ടോ. ആ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 1993 സെപ്റ്റംബർ 28-നാണ് ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇയറും പഠിച്ചു വയ്ക്കണം. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തൊക്കെയാണ് ചുമതലകൾ വരുന്നത്? മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക, മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികളിൽ കക്ഷി ചേരുക, ജയിലുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. അപ്പോൾ ജയിൽ സന്ദർശനം അല്ലേ, ജയിൽ സന്ദർശനം വരുന്നുണ്ട്. മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക. പിന്നെ മനുഷ്യാവകാശം സംബന്ധിച്ചുള്ള അന്തർദേശീയ കരാറുകൾ, പ്രഖ്യാപനങ്ങളൊക്കെ വിശകലനം ചെയ്ത് നടപടി സ്വീകരിക്കാം. നിയമപാലകർ ഉൾപ്പെടെയുള്ള
സേവകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ഇവ തടയുന്നതിൽ വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക. അപ്പോൾ എന്തെങ്കിലും നടപടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഉപദേശം കൊടുക്കുകയാണെങ്കിൽ ഉപദേശം നൽകുക. ജയിൽ സന്ദർശിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് അവിടെ എന്തെങ്കിലും ഉണ്ടോയെന്നില്ല, എന്തൊക്കെയെങ്കിലും ഇതുണ്ടോയെന്ന് നോക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും പരാതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ സംബന്ധിച്ച് മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്വേഷണം നടത്തുക. അതുപോലെ തന്നെ എന്തൊക്കെയാണ് പറയുന്നത്, കരാറുകളോ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ വിശകലനം ചെയ്ത് നടപടികൾ സ്വീകരിക്കുക എന്നിവയൊക്കെയാണ് ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ ആണല്ലോ അല്ലേ? ഇനി നമുക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വന്നത് എന്നാണ് പഠിക്കാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വന്നത് എന്നാണ്? 1998 ഡിസംബർ 11. അപ്പോൾ എന്താണ് പറയുന്നത്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11. ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അവിടുത്തെ അംഗങ്ങൾ എത്രയാണ്? 3 അംഗങ്ങൾ കേട്ടോ. 3 അംഗങ്ങളായിരിക്കാം. മറ്റേതിൻ്റെ പകുതിയിലെ മറ്റേത് 6 അംഗങ്ങളായിരുന്നു. ഇത് 3 അംഗങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ അവിടുത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും. മറ്റോട് നമ്മൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കാം. അതുപോലെ തന്നെ ഗവർണറാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. ഗവർണറാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വന്നത് 1998 ഡിസംബർ 11 3 അംഗങ്ങളുണ്ടായിരിക്കുന്നു പറഞ്ഞു. എവിടെയാണ് ആസ്ഥാനം വരുന്നത്? തിരുവനന്തപുരത്താണല്ലേ? അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കാം മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. ഗവർണറാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ചോദിക്കുന്നത് എന്താണ്? മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ചോദിക്കുന്നത് എന്നാണ് മനുഷ്യാവകാശ ദിനം എന്ന് പറയുന്നത്? എന്നാണ് മനുഷ്യാവകാശ ദിനം? ഡിസംബർ 10. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം എന്ന് പറയുന്നത്. ഡിസംബർ 10. അപ്പോൾ അതും പഠിച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ക്ലിയർ ആയല്ലോ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ക്ലിയർ ആയല്ലോ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? ഇന്ത്യയിൽ വിവരാവകാശ നിയമം അല്ലേ? വീണ്ടും ഒരു അവകാശമാണ് വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ് നിലവിൽ വന്നത്? നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 അല്ലേ? 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത്. 2005 ഒക്ടോബർ 12. അപ്പോൾ വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 2005 ജൂൺ 15. 2005 ജൂൺ 15. 2005 ജൂൺ 15 എന്ത് വരുന്നത്? പാർലമെൻറ്റ് പാസ്സാക്കുന്നത്. എന്നാൽ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി വിവരാവകാശ നിയമപ്രകാരം ഇവർ ലഭിക്കുന്നതിന് ആർക്കാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത്? പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കാണ് അല്ലേ? പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറിൻ്റെ അഭാവത്തിലാണെന്നുണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ആരായിരിക്കാം? അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കാണ് കൊടുക്കേണ്ടത്. ഒരു ദിവസം എന്തെങ്കിലും നമുക്ക് പരാതി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും വീഴ്ച വരുത്തി നമുക്കതിനൊന്നും റിപ്ലൈ തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര രൂപയാണ് അവർക്കുള്ള പിഴ എന്ന് പറയുന്നത്? പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ എന്ന് പറയുന്നത് ദിവസം 250 രൂപ വെച്ചിട്ട് കേട്ടോ. ദിവസം 250 രൂപ വെച്ചിട്ട് പരമാവധി 25,000 രൂപ വരെ അടയ്ക്കേണ്ടതാണ്. എന്തെങ്കിലും ഓഫീസർ എന്തെങ്കിലും പിഴവ് വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 250 കേട്ടോ. 250 രൂപ അല്ല, ദിവസം വെച്ചിട്ടാണ് പറയുന്നത്. 250 രൂപ അല്ലെങ്കിൽ 25,000 രൂപ വരെ പരമാവധി ഈ സംഖ്യ കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് നൽകേണ്ട അപേക്ഷാ ഫീസ് എത്രയാണ് അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത്? അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് എത്രയാണ്? 10 രൂപ കേട്ടോ. 10 രൂപയാണ് അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത്. എത്രയാണ്? 10 രൂപയാണ് അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത്. എന്നാൽ SC/ST-കാർക്കൊക്കെ ഇതിൽ നിന്ന് ഒഴിവുണ്ട്. അവരൊന്നും കൊടുക്കേണ്ടതില്ല. ഇനി നമ്മളൊരു വിവരാവകാശത്തിന് വേണ്ടി നമ്മളൊരു പെറ്റീഷൻ നൽകുകയാണ്, ഒരു പരാതി നൽകുകയാണെന്നുണ്ടെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ 30 ദിവസത്തിനുള്ളിൽ അതിനെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് തിരിച്ച് നൽകേണ്ടതാണ്. 30 ദിവസത്തിനുള്ളിൽ വിവരം നൽകേണ്ടതാണ് കേട്ടോ.
അങ്ങനെ വിവരം നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അതിന്മേലെ പരാതി കൊടുക്കാവുന്നതാണ്. എന്നാൽ നമുക്ക് വിവരാവകാശ നിയമപ്രകാരം എന്തെങ്കിലും വിവരം എന്നിട്ടാണ് വ്യക്തിയുടെ ജീവനോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ വിവരം നൽകണം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് വിവരാവകാശ നിയമപ്രകാരം നമുക്ക് എത്ര ദിവസത്തിനുള്ളിൽ 30 ദിവസം അല്ലേ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് ലഭിക്കണം, നമുക്കതിനുള്ള റിപ്ലൈ നൽകണം. അതുപോലെ തന്നെ നമ്മളുടെ വ്യക്തിയുടെ വ്യക്തിയെ കുറിച്ചിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ 48 മണിക്കൂറിനുള്ളിൽ അതിനെക്കുറിച്ചിട്ടുള്ള മറുപടി നമുക്ക് ലഭിക്കേണ്ടതാണ്. പക്ഷേ അതൊക്കെ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കാണ്, അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫോർമേഷൻസ് ഓഫീസർക്കാണ് കൊടുക്കുന്നതെങ്കിൽ അദ്ദേഹം നൽകേണ്ടത് ഒരു 5 ദിവസം വൈകിട്ടായാലും കുഴപ്പമില്ല, 30 ദിവസം എന്നുള്ളത് 35 ദിവസമായാലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് വിവരാവകാശ കമ്മീഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇവിടെ നമുക്ക് അപ്പീലൊക്കെ നൽകാവുന്നതാണ്, ഒന്നാം അപ്പീൽ രണ്ടാം അപ്പീലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നൽകാവുന്നതാണ്. എന്തെങ്കിലും പരാതിമേൽ എന്തെങ്കിലും ഒരു വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അപ്പീലൊക്കെ നൽകാവുന്നതാണ്. ക്ലിയർ ആയല്ലോ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? 2005 ഒക്ടോബർ 12-നാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത്. 2005 ഒക്ടോബർ 12-നാണ്. പാസ്സാക്കിയത് 2005 ജൂൺ 15-നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? എന്താണ് വ്യക്തി സ്വാതന്ത്ര്യം അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ആർട്ടിക്കിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി കണ്ടിട്ടുണ്ടല്ലേ. 21A ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 21A എന്തായിരുന്നു പറഞ്ഞത്, 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം നൽകേണ്ട കടമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്ക് അവരുടെ നിർബന്ധമായ വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ട് നമ്മൾ ഒരു അനുച്ഛേദം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21 ആണല്ലേ. അനുച്ഛേദം 21-ലാണ് എന്ത് പറയുന്നത്, ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന അനുച്ഛേദം 21 ആണ്. 21A-ലായിരുന്നു അല്ലേ. 21A-ലാണ് നമ്മൾ 6 വയസ്സിന് 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞത്. എത്ര വ്യക്തി സ്വാതന്ത്ര്യങ്ങളുണ്ട് അത് പറഞ്ഞ, എത്ര സ്വാതന്ത്ര്യങ്ങളുണ്ട്? ഏത് ആർട്ടിക്കിൾസാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത്? 19 നമുക്ക് അവരുടെ സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് 19. അതുപോലെ തന്നെ പിന്നെന്താണ് 20-21 അല്ലേ. 20, 19, 20, 21, 22 വരെയാണല്ലേ വരുന്നത്. 23, 24 എന്താണ് വരുന്നത്, ചൂഷണത്തിനെതിരായുള്ള അവകാശങ്ങളിലാണ് വരുന്നത്. എത്ര മൗലിക അവകാശങ്ങളുണ്ട്? മൗലിക അവകാശങ്ങളുടെ ആർട്ടിക്കിൾസ് എവിടെ തൊട്ട് എവിടെ വരെയാണ്? 12 മുതൽ 35 വരെ കേട്ടോ. 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങളുടെ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. 3ാമത്തെ പാർട്ടാണ് കേട്ടോ. അതിലാണ് വരുന്നത് മൗലിക സ്വാതന്ത്ര്യങ്ങളൊക്കെ വരുന്നത് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ് ജയതേ ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? സത്യമേവ് ജയതേ എന്ന് പറയുന്നത് പണ്ടൊക്കെ നേരം പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നേരം ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ഉണ്ടോ, സത്യമേവ് ജയതേ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സത്യമേവ് ജയതേ എന്ന് പറയുന്നത് ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നതാണല്ലേ ചോദിച്ചിരിക്കുന്നത്. ഏത് ലിപിയിലാണ്? ദേവനാഗരി ലിപിയിൽ കേട്ടോ. ദേവനാഗരി ലിപിയിലാണ് സത്യമേവ് ജയതേ എന്ന് പറയുന്നത് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? അറിയാവുന്നതാണല്ലേ. ദേശീയ മൃഗം എന്ന് പറയുന്നതിൽ ഏതാണ്? കടുവയാണ് ദേശീയ മൃഗം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് SCERT ഭാഗങ്ങളിൽ നിന്നും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഗാന്ധിജിയും സമരങ്ങളും അതുപോലെ തന്നെ നവോത്ഥാനമൊക്കെ ആയിരുന്നു ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാന്ധിജി നടത്തിയ സമരങ്ങളും സത്യാഗ്രഹങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പത്തെ ക്ലാസ് പോയി കാണാം കേട്ടോ. അതിനുശേഷം നമുക്ക് അതിൽ തന്നെ ഞാൻ ഓൾറെഡി പറയുന്നുണ്ട്, ലാസ്റ്റത്തെ സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അവസാനത്തെ ബഹുജന സമരം ഏതാണെന്നുള്ളത്. അപ്പോൾ ഏതായിരുന്നു?
ഏതായിരുന്നു? ഞാനിപ്പോൾ പറഞ്ഞു ക്വിറ്റ് ഇന്ത്യ സമരമാണ് ലാസ്റ്റ് നടന്ന സമരം എന്ന് പറയുന്നത്, അവസാനത്തെ ബഹുജന സമരം. ബാക്കിയുള്ള സമരങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്, അത് കാരണം ഞാൻ ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നില്ല. അതിന് തൊട്ട് മുമ്പുള്ള ക്ലാസ്സുകൾ കാണാതുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ഏതാണ്? അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? നമ്മൾ മനുഷ്യാവകാശ കമ്മീഷൻസ് പറയുന്നത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഭാഗമാണ് ഈ കമ്മീഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 21A 21A പഠിച്ചു വയ്ക്കാം. അതുപോലെ തന്നെ ഏതാണ് കണ്ടിട്ടുള്ളത്? നമ്മൾ നടത്തിയ ഈ സമരങ്ങൾ, ഗാന്ധിജി നടത്തിയിട്ടുള്ള സമരങ്ങളെ കുറിച്ചിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നോക്കി കുറിച്യ കലാപം എന്ന് പറയുന്നതും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ കുറിച്യ കലാപം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കാം കേട്ടോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗോത്ര കലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരായിരുന്നു? രാമൻ നമ്പിയാണല്ലേ. രാമൻ നമ്പിയാണ്. കുറിച്യ കലാപം നടന്നത് എവിടെയാണ്? കുറിച്യ കലാപം നടന്ന വർഷം ഏതാണ് എന്നായിരുന്നു? 1812 കുറിച്യ കലാപം നടക്കുന്നത് 1812. കുറിച്യ കലാപത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും കാണുന്ന ക്വസ്റ്റ്യൻ അയക്കാനും അതിലൊക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് കാരണം ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നില്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? ദേശീയ കാഴ്ചപ്പാടോട് കൂടിയിട്ട് പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ആരായിരുന്നു? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ക്ലാസ്സിൽ. അപ്പോൾ ഈ രാജാറാം മോഹൻ റോയുടെ പത്രങ്ങളും അതുപോലെ തന്നെ സംവാദ് കൗമുദി ഏതാണ്? ബംഗാളി പത്രമാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സംവാദ് കൗമുദി എന്ന് പറയുന്നത് ഏത് ഭാഷയിലെ പത്രമാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരെന്നൊക്കെ ചോദിച്ചിട്ട് കഴിഞ്ഞ ലാസ്റ്റ് ഗ്രേഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു കേട്ടോ. രാജാറാം മോഹൻ റോയ് ആയിരുന്നു ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. മിശ്ര വിവാഹത്തിനൊക്കെ തുടക്കം കുറിച്ചതൊക്കെ രാജാറാം മോഹൻ റോയ് ആണല്ലേ. അതുപോലെ തന്നെ സതി നിരോധിച്ച വില്യം ബെന്റിങ്ങിനെ സഹായിച്ചതും ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ആത്മീയ സഭ ഒക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ രാജാറാം അത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് 1815 ആത്മീയ സഭ ആരംഭിക്കുന്നത്. അപ്പോൾ രാജാറാം മോഹൻ റോയ് 1815 ആത്മീയ സഭ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം കൊണ്ടുവന്ന കുറച്ച് സമാജങ്ങളും അദ്ദേഹത്തിന് കുറച്ച് പത്രങ്ങളൊക്കെ ഉണ്ട് അല്ലേ, അതൊക്കെ പഠിച്ചു വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 ഇന്ത്യ അധ്യക്ഷസ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷസ്ഥാനം വഹിക്കാനായിട്ട് പോകുന്ന രാജ്യം ഏതാണ്? 2023 അധ്യക്ഷസ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷസ്ഥാനം വഹിക്കാനായിട്ട് പോകുന്ന രാജ്യം, അതായത് G20 എവിടെയാണ് നടക്കുന്നതല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ G20 ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം G20 ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള എക്സാമുകളിൽ G20 എന്ന് പറയുന്ന ഭാഗം പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ G20 എന്നാണ് 2024 എവിടെയായിരുന്നു നടന്നത്? G20 ബ്രസീലായിരുന്നു G20 2024 നടന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ഏതായിരുന്നു? അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്ര ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ഏതാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗാന്ധിയും സമരം എന്ന് പറയുന്ന ഭാഗത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്? വിശ്വഭാരതിയാണ്. ടാഗോർ സ്ഥാപിച്ചിട്ടുള്ള സർവകലാശാല വിശ്വഭാരതിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ്? ഇതും നമ്മളിപ്പോൾ കാണുന്ന 3-4 ക്വസ്റ്റ്യൻ അടുപ്പിച്ച് വരുന്ന ഭാഗമാണ് കേട്ടോ. കഴിഞ്ഞ SCRT ചോദ്യങ്ങൾ ചെയ്തപ്പോൾ SCRT ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ കറക്റ്റായിട്ടാണ് SCRT എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലേ. നോക്കി ഈ 3-4 ക്വസ്റ്റ്യനും നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 അല്ലേ. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നിട്ടുണ്ട്. ആ ഒരു സമയത്തൊക്കെയായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. അപ്പോൾ 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? അതും നമ്മൾ പറഞ്ഞു അല്ലേ. ആരുടെയായിരുന്നു ചോർച്ചാ സിദ്ധാന്തം? ദാദാഭായ് നവറോജിയാണ്. പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ബുക്കും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ചോർച്ചാ സിദ്ധാന്തം ചോദിക്കാറുണ്ട്. അപ്പോൾ ദാദാഭായ് നവറോജിയാണ്. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു വയ്ക്കണമെന്ന് മനസ്സിലായി? കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ക്വസ്റ്റ്യൻസിൽ SCRT ഭാഗത്ത് നിന്ന് നമ്മൾ എടുത്ത ആ ഒരു ഭാഗം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വയ്ക്കുക. അതുപോലെ
അതുപോലെ തന്നെ ഈ ദാദാഭായ് നവറോജിനെ കുറിച്ചും പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാരെ ജഹാം സി അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിൻ്റെ രചയിതാവ് ആരാണ്? സാരെ ജഹാം സി അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് പറയുന്ന ഗാനത്തിൻ്റെ രചയിതാവ് ആരാണ്? നമ്മൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാരെ ജഹാംസ് എഴുതിയത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, അതല്ല, ഓപ്ഷൻസിൽ നിന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാരെ ജഹാംസ് എഴുതിയത് ആരാണ്? നമ്മുടെ ക്ലാസ്സുകളിൽ കാണുന്നവർക്ക് കറക്റ്റ് ആൻസർ അറിയായിരിക്കും അല്ലേ. മുഹമ്മദ് ഇഖ്ബാലാണ് സാരെ ജഹാംസ് അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് പറയുന്ന ഗാനത്തിൻ്റെ രചയിതാവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച ഏറ്റവും വലിയ വിവിധ ഉദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ഏതാണ്? ബക്രാനങ്കലാണല്ലേ വിവിധ ഉദ്ദേശ നദീതട പദ്ധതി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് നിയമത്തിൻ്റെ പേരെന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് നന്നായി കാണാത്തുണ്ടെങ്കിൽ പോയി കാണട്ടെ, കാരണം അതിൽ നിന്നും കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നുണ്ടെങ്കിൽ അതിൽ തന്നെയാണല്ലേ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കേണ്ടത്. അപ്പോൾ എന്താണ്, ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന് പറയുന്ന നിയമം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആക്റ്റാണ്? റൗളത്ത് ആക്ട് ആണല്ലേ. റൗളത്ത് ആക്ടിനാണ് കരിനിയമം എന്ന് പറയുന്നത്. അതിലാണ് ഏതൊരു ഇന്ത്യക്കാരെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്നുള്ള പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് ആനമുടിയാണ്. അത് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇത് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആനമുടി ഏത് ജില്ലയിലാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആനമുടി ഏത് ജില്ലയിലാണ്? ഇടുക്കിയിലാണ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഇടുക്കിയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം ആരാണ്? രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം ആരാണ്? പി ടി ഉഷയാണ് ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏതാണ്? 2017 കൊച്ചി മെട്രോ നിലവിൽ വന്നത്. 2017. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ഏതൊക്കെയാണ് കേരളത്തിലെ നദികളും കായലുകളും എന്ന് പറയുന്ന ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നദികളെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നദികളെക്കുറിച്ച് ഒരു ചോദ്യം വരുന്നുണ്ട് അല്ലേ. ഒന്നില്ലെങ്കിൽ നദികൾ അല്ലെങ്കിൽ കായലുകൾ വരുന്നുണ്ട്. അപ്പോൾ നദിയും കായലൊക്കെ പഠിച്ചു വയ്ക്കുക, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി എത്രയാണ്? 3 നദികളാണല്ലേ. കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ മാത്രമാണ് കബനി, ഭവാനി, പാമ്പാർ. അപ്പോൾ പാമ്പാറാണ് ഇവിടെ ആൻസർ വരുന്നത്. കബനി, ഭവാനി, പാമ്പാറൊക്കെ 3 നദികളും കിഴക്കോട്ട് ഒഴുകുന്നതാണ്. എത്ര നദികളാണ് ടോട്ടലുള്ളത്? 44 നദികളാണുള്ളത്. 44 നദികളാണുള്ളത്. 41 എന്ന് പറയുന്നത് പടിഞ്ഞാറോട്ടും ബാക്കി 3 നദികൾ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്താണ് പൊന്നാനി തുറമുഖം സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയുടെ? ഭാരതപ്പുഴ അല്ലേ. പൊന്നാനിപ്പുഴ എന്നൊക്കെ നീളാപേരാർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഭാരതപ്പുഴ തന്നെയാണ്. പൊന്നാനി തുറമുഖം സ്ഥിതി ചെയ്യുന്ന ഏതാണ്? മത്സ്യബന്ധന തുറമുഖം ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും ഭാരതപ്പുഴയുടെ തീരത്താണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ആരായിരുന്നു? ആ ഒരു സമയത്ത് നഞ്ചിയമ്മ എന്ന് പറയുന്ന ആൾ എപ്പോഴും നമുക്കറിയാം ഫേമസ് ആയിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ അത് കാരണം ആണ് ചോദിച്ചിരിക്കുന്നത്. 2025 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത നഞ്ചിയമ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? അപ്പോൾ ഈ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതികളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ജലവൈദ്യുത പദ്ധതികളും അണക്കെട്ടുകളും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കണ്ടുല്ലേ നമുക്ക് കഴിഞ്ഞ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ജലവൈദ്യുത പദ്ധതികളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കിയിലാണ്. ഒട്ടുമിക്ക ജലവൈദ്യുത പദ്ധതികളും സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ്? അപ്പോൾ ഇതും നമ്മൾ ചോദിച്ച് കണ്ടിട്ടുണ്ടല്ലേ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഇരവിക്കുളമാണ് ദേശീയ ഉദ്യാനം അല്ലേ, വരയാടിനെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? അപ്പോൾ നദിയും കായലും പഠിച്ചു വയ്ക്കാമെന്ന് പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. നെക്സ്റ്റ്, കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്?
ഏത് താലൂക്കിലാണ്? നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. നെയ്യാറ്റിൻ താലൂക്കിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ് സാധുജന പരിപാലന സംഘം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നവോത്ഥാനത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധുജന പരിപാലന സംഘവും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിനെ SNDP ഒക്കെ പഠിച്ചു വയ്ക്കാനായിട്ട്. അപ്പോൾ സാധുജന പരിപാലന സംഘം ആരാണ് സ്ഥാപിച്ചത്? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. അയ്യങ്കാളിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? ശിവപ്രതിഷ്ഠ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ? ശിവപ്രതിഷ്ഠ നടത്തിയത്. അപ്പോൾ നമ്മൾ ആ ഒരു ക്ലാസ് നന്നായിട്ട് കാണാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്നാണ് കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വീണ്ടും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഒരു ഭാഗം പഠിച്ചു വയ്ക്കുക. 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? എവിടെയാണ്? കുറേ പ്രതിഷ്ഠകൾ ശ്രീനാരായണ ഗുരു നടത്തിയിട്ടുണ്ട്. അരുവിപ്പുറത്തായിരുന്നു അല്ലേ? അരുവിപ്പുറത്താണ് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത്. അരുവിപ്പുറത്താണ്. നെക്സ്റ്റ്, കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? അതാണ് ആറ്റിങ്ങൽ കലാപമാണല്ലേ? സംഘടിത കലാപം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ്റിങ്ങൽ കലാപമാണ്. ആദ്യത്തെ കലാപം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? അഞ്ചുതെങ്ങ് കലാപമാണ്. ആദ്യത്തെ സംഘടിത കലാപം ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ഈ ആറ്റിങ്ങൽ കലാപവും അഞ്ചുതെങ്ങ് കലാപവും ഇതുപോലെ തന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നല്ലേ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1924 അല്ലേ? വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നാം എന്തായിരുന്നു കണ്ടത്? ആരായിരുന്നു അല്ലേ? അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ടി.കെ. മാധവൻ്റെ നേതൃത്വത്തിലായിരുന്നു വൈക്കം സത്യാഗ്രഹം നടന്നിട്ടുണ്ടായിരുന്നത്. എത്ര ആളുകൾ ഉണ്ടായിരുന്നു? K.P. കേശവമേനോനൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അതിൽ K.P. കേശവമേനായിരുന്നു. പിന്നെ മനത്ത് പത്മനാഭൻ ഇതിനനുബന്ധിച്ച് സവർണ്ണജാഥ നയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ കാണാത്തുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ് നന്നായി കാണാം കേട്ടോ. ആ ക്ലാസ്സിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? പണ്ഡിറ്റ് കറുപ്പൻ്റെ ഏതാണ്? പണ്ഡിറ്റ് കറുപ്പൻ്റെ അരയ സമാജം. ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അരയ സമാജം ആര് സ്ഥാപിച്ചോ? പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ചോ. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽ പാത ഏതാണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽ പാത ഏതാണ്? ബേപ്പൂർ മുതൽ തിരൂർ വരെ അല്ലേ? നെക്സ്റ്റ്, പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? പയ്യന്നൂരിലാണ് ചോദിച്ചിരിക്കുന്നത്. കേളപ്പനാണ് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. കേരളത്തിൽ ആദ്യമായിട്ട് രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? കേരളത്തിൽ ആദ്യമായിട്ട് രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്ക്. 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം. 2024 ഒളിമ്പിക്സ് നടന്നിട്ടുണ്ടായിരുന്നത് എവിടെയായിരുന്നു? 2024 ഒളിമ്പിക്സ് പാരീസിലായിരുന്നു അല്ലേ? പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവാരാണ്? V.T. ഭട്ടതിരിപ്പാട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു ഏതാണ്? പല്ലിൻ്റെ ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു. അതിൻ്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയാണ് പല്ലിലെ ഇനാമൽ നശിക്കുന്നത് മൂലമുണ്ടാകുന്ന ബാക്ടീരിയ. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയാണ്. താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏതാണ്? നമ്മൾ ജീവകങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് SCERT ഭാഗം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ജീവകങ്ങളെ ക്ലാസ്സുകൾ കാണാം. അപ്പോൾ ഇത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? അതിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? നോക്കാം. കണ്ണ്, ത്വക്ക്, മുടി
എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ. ശരിയാണല്ലേ. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിശാന്തതയായിരുന്നു അതിൻ്റെ അപര്യാപ്ത രോഗം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ. ശരിയാണ്, ജീവകം ഇ ആണ് നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഇതാണ് ജീവകം കെ ആണല്ലേ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവകം കെ ആണ്. പിന്നെ ജീവകം ഇ എന്ന് പറയുന്നത് ഏതിലായിരുന്നു കൂടുതലായിട്ട് കാണപ്പെടുന്നത്? ഇലക്കറികളിലൊക്കെ ആയിരുന്നു അല്ലേ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ജീവകം എ എന്ന് പറയുന്നതോ കെ എന്ന് പറയുന്നതോ കോളിഫ്ലവറിലും കാബേജിലൊക്കെ കെ കാണപ്പെടുന്നുണ്ട്. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം സി ആണ്. അപ്പം 4 തെറ്റി വരുന്നത്. ഒരു ബാക്ടീരിയയിൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? ഏത് രീതിയിലാണ് കുഷ്ഠം പകരുന്നത്? എങ്ങനെയാണ് കുഷ്ഠം പകരുന്നത്? ബാക്ടീരിയ വഴിയാണ് അല്ലേ. എങ്ങനെയാണ് കുഷ്ഠം പകരുന്നത്? സമ്പർക്കം മുഖേനയാണ് പകരുന്നത്. കുഷ്ഠം എന്ന് പറയുന്നത് എന്താണ്? ബാക്ടീരിയ രോഗമാണ് അല്ലേ. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഇതാണ്. അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏതാണ്? സ്നേഹസ്പർശമാണ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാ ശ്വേതരക്താണുക്കളാണ് ഫാഗോസൈറ്റോസിസിന് സഹായിക്കുന്നത്? ഏതൊക്കെയാണ്? മോണോസൈറ്റും ന്യൂട്രോഫിലും. പയർ ചെടിയുടെ സങ്കരയിനം ഏതാണ്? ഭാഗ്യലക്ഷ്മി. വനവിഭവമല്ലാത്തത് ഏതാണ്? ഇതിൽ പശ, കോലരക്ക്, തേന്, മണ്ണെണ്ണ എന്നിവയിൽ വനവിഭവമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? മണ്ണെണ്ണ അല്ലേ. മണ്ണെണ്ണ എന്ന് പറയുന്നത് വനവിഭവമല്ല. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം ഏതാണ്? അമ്ലമഴയ്ക്ക് കാരണമായ കുറേ വാതകങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്ലമഴയ്ക്ക് കാരണമായ ഒരു വാതകമാണ് അതിൽ തന്നിരിക്കുന്നതിൽ ഏതാണ്? സൾഫർ ഡയോക്സൈഡ് അല്ലേ. അമ്ലമഴയ്ക്ക് കാരണമായ ഏറ്റവും കൂടുതൽ കാരണമായത് സൾഫർ ഡയോക്സൈഡ് ആണ്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ്. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം ഏതാണ്? 7 ആണല്ലേ ശുദ്ധജലത്തിൻ്റെ pH മൂല്യം. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? ആരുടെയാണ് സൗരയൂഥ മാതൃക? സിയിലെ റുദർഫോർഡിൻ്റെയാണ്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഈ കലാമിൻ എന്ന് പറയുന്ന അയിര് എന്തെങ്കിലും പഠിച്ചു വെക്കുക കേട്ടോ. ഈ കലാമിൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ബാക്കിയൊന്നും പഠിച്ചില്ലെങ്കിലും കലാമിൻ പഠിച്ചിട്ട് പോകണം. സിങ്കാണ് കലാമിൻ എന്ന് പറയുന്ന ലോഹത്തിൻ്റെ അയിര്. ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? നമ്മൾ 9ാം ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആധുനിക പീരിയോഡിക് ടേബിളിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉത്കൃഷ്ടവാതകങ്ങൾ ഏതിലായിരുന്നു വരുന്നത്? 18 അല്ലേ. 18 എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് വരുന്നത്? ഉത്കൃഷ്ടവാതകങ്ങൾ വരുന്നത്. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? വായിച്ചാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ആൻസർ ഏതാണ്? ബ്ലീച്ചിങ് പൗഡറിന് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഓക്സിജൻ ഉപയോഗിക്കുന്നില്ല. ജ്വലനത്തിന് റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് കൃത്രിമ ശ്വസനത്തിനൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട്. ജ്വലനത്തിനും റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ടും. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ സഹായിക്കുന്ന കൃത്രിമ രാസവസ്തു ഏതാണ്? ചുവപ്പ് നിറം നൽകാൻ സഹായിക്കുന്നത് ഏതാണ്? കാർമോസിൻ അല്ലെങ്കിൽ എറിത്രോസിനൊക്കെ ഇതിലാണ് ചുവപ്പ് നിറം നൽകുന്നതിന് സഹായിക്കുന്നുണ്ട്. ഭക്ഷ്യവസ്തുക്കൾക്ക് ചോദിച്ചാൽ എന്താണ്? കാർമോയിസിനാണ്. ആന്തോസയാനിൻ ആണല്ലേ. നമ്മൾ വർണ്ണകം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആന്തോസയാനിനാണ്. ഭക്ഷ്യവസ്തുക്കൾക്ക് നിറം നൽകുന്നത് കാർമോയിസിനാണ്. ഒരു വസ്തുവിനെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഏതാണ്? സ്വന്തം ഭ്രമണമാണല്ലേ. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം എന്ന് പറയുന്നത് ഭ്രമണമാണ്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്?
രാകേഷ് ശർമ്മയാണല്ലേ ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിനെ ബാധിക്കുണ്ടാകുന്ന വ്യതിയാനം ഏതാണ്? ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ബാധിക്കുണ്ടാകുന്ന വ്യതിയാനം ഏതാണ്? അപവർത്തനം കേട്ടോ, അപവർത്തനം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താപപ്രേഷണ രീതികൾ ഏതൊക്കെയാണ്? ചാലനം, സംവഹനം, വികിരണം അല്ലേ. ചാലനം എന്ന് പറയുന്നത് ഖരപദാർത്ഥങ്ങളിൽ താപം സംവഹിക്കുന്നതാണ്. സംവഹനം എന്ന് വെച്ചാൽ എന്താണ്? ദ്രാവകങ്ങളിലും വാതകങ്ങളിലൊക്കെ സംവഹനം വഴിയാണ് അല്ലേ. അതുപോലെ തന്നെ ബാഷ്പീകരണം എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു പ്രോസസ്സിങ്ങിൽ വരുന്നതല്ല, താപം പ്രേഷണം ചെയ്യപ്പെടുന്ന പ്രോസസ്സിൽ വരുന്നതല്ല. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ് തന്നിരിക്കുന്നതിൽ? ആ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് ഏതൊക്കെയാണ്? പാരമ്പര്യേതര കാറ്റ്, തിരമാല അല്ലേ. കാറ്റ്, തിരമാലയൊക്കെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. പെട്രോളും കൽക്കരിയൊക്കെ ആണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ടായി അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.